കലാഭവൻ മണിയുടെ മരണം നടന്ന് നാളെ 1 മാസം പിന്നിടുന്നു. മരണത്തിലെ ദുരൂഹതയുടെ ചുരുളഴിയിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിനായിട്ടില്ല. മണിയുടേത് കൊലപാതകം തന്നെയാണെന്ന ഉറച്ച നിലപാടിലാണ് ബന്ധുക്കൾ. കഴിഞ്ഞ ദിവസം മണികൂടാരത്തിലെത്തിയ VS അച്യുതാനന്ദനോട് അന്വേഷണത്തിലെ അതൃപ്തി ബന്ധുക്കൾ അറിയിച്ചു. വിഷയത്തിൽ ഗൗരവതരമായി ഇടപെടുമെന്നായിരുന്നു VSന്റെ പ്രതികരണം. കലാഭവൻ മണിയുടെ മരണം നടന്ന് നാളെ 1 മാസം പിന്നിടുകയാണ്. മരണത്തിലെ ദുരൂഹത അതേ അളവിൽ തന്നെ അവശേഷിക്കുന്നു. ആത്മഹത്യയോ കൊലപാതകമോ സ്വാഭാവിക മരണമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ശരീരത്തിലെ കീടനാശിനിയുടെ അളവ് എത്രമാത്രം ഉണ്ടെന്നറിയാൻ ഹൈദരാബാദ് ഫോറൻസിക് ലാബിലെ ഫലത്തെ ആശ്രയിച്ചിരിക്കുകയാണ് പോലീസ്. കൊലപാതകമെന്നോ ആത്മഹത്യയെന്നോ വ്യക്തമാകുന്ന മൊഴികളോ തെളിവുകളോ അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകളിലേക്കാണ് അന്വേഷണം നീളുന്നത്. എന്നാൽ മണിയുടേത് കൊലപാതകം തന്നെയാണെന്ന സംശയത്തിൽ തന്നെയാണ് ബന്ധുക്കൾ. അന്വേഷണത്തിലെ അതൃപ്തി കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ VS അച്യുതാനന്ദനോട് അവർ തുറന്നു പറയുകയും ചെയ്തു. ഡോക്ടർ സുമേഷ്, പിന്നെ മാനേജറായിട്ടുള്ള ആൾക്ക് എല്ലാം അറിയാം, ജോബി, പിന്നെ ഒരു ഡ്രൈവറുണ്ട്, ഒരു പീറ്റർ. മരണത്തിലെ ദുരൂഹതയകറ്റാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാത്ത അവസ്ഥയിൽ വിഷയത്തിൽ ഗൗരവത്തോടെ ഇടപെടുമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. മാസങ്ങളെടുക്കാൻ പോകുന്നു. ഇതുവരെ അത് സംബന്ധിച്ച് യാതൊരു വിവരവും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അനിയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അടങ്ങുന്ന ഫാമിലി എനിക്ക് തന്നെ കംപ്ലൈൻറ്റ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ അത് വളരെ ഗൗരവതരമായി തന്നെ അതിൻ്റെ സീരിയസ്നെസ് ശരിക്കും മനസ്സിലാക്കി തന്നെ കൈകാര്യം ചെയ്തു. അരമണിക്കൂറോളം കലാഭവൻ മണിയുടെ വീടായ മണികൂടാരത്തിൽ ചിലവഴിച്ചാണ് VS മടങ്ങിയത്. BD ദേവസ്യ MLA യും VSനൊപ്പം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.